കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നനച്ചിരിപ്പുണ്ടേ. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നനച്ചിരിപ്പുണ്ടേ. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. വെൽക്കം ടു ജോസ്കോ വനിതാരത്നം 3. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. സ്റ്റേജ് 4 ശോഭന ഹിറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മുടെ കണ്ടസ്റ്റൻസിനെ വെൽക്കം ചെയ്യാം. അതിന് മുമ്പേ ലെറ്റ്സ് വെൽക്കം ആ ജഡ്ജസ്, മിസ് ശോഭന, മിസ്സസ് കൽപ്പന ആൻഡ് ശ്രീ മുരളി മേനൻ. ചേച്ചി, one of your favorite songs, one of your favorite movies? ഡെഫിനറ്റ് ആയിട്ട് നല്ല ഇരിക്കേ. കൽപ്പനേച്ചി, ചേച്ചിക്ക് ഈ പടം ഇഷ്ടമായോ? പിന്നെ തേന്മാവിൻ കൊമ്പത്ത് എനിക്ക് ആ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് കറുത്ത പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ്, പ്ലീസ് വെൽക്കം കവിത ഓൺ സ്റ്റേജ്. ഡാൻസ്. ശോഭനേച്ചിയുടെ ഏത് ഫിലിമിലെ ഏത് ഡാൻസ് ആണ്? യാത്ര മൂവിയിലെ യമുന തീരെ. കാണാം. ഓൾ ദി ബെസ്റ്റ്. होई री 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 होया रे होई यमुना तीरे होया रे होई यमुने निन्नुടെ നെഞ്ചിൽ നിറയെ കാർ നിറമെന്റെ പറയൂ നിന്നിലലിഞ്ഞോ കാർ വർണ്ണൻ യമുനെ നിന്നുടെ നെഞ്ചിൽ നിറയെ കാർ നിറമെന്റെ പറയൂ നിന്നിലലിഞ്ഞോ കാർ വർണ്ണൻ പാവം പെൺകൊടിമാരെ പാട്ടിൽ
ഹൊയ്യരെ ഹൊയ്. ഹേയ് ഹേയ് മാർക്സ് കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ പോയാൽ മതി. ആവശ്യത്തിന് ചെമ്പരത്തി പൂവുണ്ട് ഇവിടെ. ശോഭനേച്ചി. കവിത നല്ല ഡ്രസ്സാണ്. താങ്ക് യു. ഈ റൗണ്ടിൽ എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഞാനും കുറച്ച് ആ സ്റ്റൈലൊക്കെ മാറ്റിയിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് നന്നായിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമായി നിങ്ങൾ ആ പടത്തിൻ്റെ ഒരു എസൻസ് ഞാൻ കണ്ടിരുന്നു, കൃഷ്ണൻ്റെ അതെല്ലാം. സോ നിങ്ങൾ കുറച്ച് കെയർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റൈലും ഉണ്ടായിരുന്നു. മൂവ്മെൻറ്റ്സിൻ്റെ കുറേ മൂവ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ആക്ച്വലി ഇതൊക്കെ പഴയ ഫിലിംസാണ്, അധികം എനിക്കൊന്നും ഓർമ്മയില്ല. ബട്ട് ഇത് കാണുമ്പോൾ ഐ എം ട്രൈങ് ടു കണക്ട്. അപ്പോൾ ഞാൻ അത് കുറച്ച് 2-3 മൂവ്മെൻറ്റ്സ് ഞാൻ കണ്ടു. പിന്നെ അത് നിങ്ങൾ ആ കൃഷ്ണൻ്റെ കൂടെ ലിങ്ക് ചെയ്തു. സോ ഭയങ്കര എൻ്റർടൈനിങ്, നല്ലൊരു മൂഡാണ് ഇപ്പോൾ സ്റ്റുഡിയോയിൽ. താങ്ക് യു മാം. ഓക്കെ. ആൻഡ് എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, അതുകൊണ്ട് തന്നെ ഇതെടുത്തത്. അതെ, ഇറ്റ്സ് വെരി നൈസ്. ഒരു ജസ്റ്റ് ഒരു സാധാരണമായിട്ട് ഒരു ഒപ്പീനിയൻ വന്നിട്ട് ഈ സോങ്ങിൽ നല്ല ഗ്രൂവ് ഉണ്ട്. ഓക്കെ. സോ ആ ഗ്രൂവിൻ്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്തില്ല. അത് യു ഷുഡ് ഹവ് ലിറ്റിൽ കുറച്ചും കൂടി ആ ഡാൻസ് എസൻസ്, ഡാൻസിനുള്ള സോങ് ആണ് അത് ആക്ച്വലി. സോ കുറച്ചും കൂടി ആക്ടിങ് ഉണ്ടായിരുന്നു, ആ സിനിമയുടെ എസൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി കുഡ് ഹവ് മെയിൻറ്റെയിൻഡ് ദാറ്റ്. ബിക്കോസ് ഞാൻ ഈ സോങ് ഒക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഡാൻസിൻ്റെ ഒരു ഇമേജറി ഒക്കെ വേറെയാണ്. എനിവേ നന്നായിരുന്നു. ആൻഡ് താങ്ക് യു. താങ്ക് യു. കൽപ്പനേച്ചി. പേര് പോലെ തന്നെ ഒരു കവിത പോലെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഗുഡ്. താങ്ക് യു മാം. ഗുഡ്, നന്നായിരുന്നു കവിത. Thank you, ma'am. എനിക്കെന്താ പറയുക, എൻ്റെ അത് മൊത്തം മാറ്റിയിട്ടൊരു ഗാർഡൻ, ഈ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഒരു കൃഷ്ണൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് കൃഷ്ണൻ്റെ അടുത്തതൊക്കെ ചെയ്യുന്ന മൂവ്മെൻറ്റ് നന്നായി. ഇപ്പം ഈ സോങ്ങിൽ എത്ര ഡാൻസേഴ്സ്? 20 ശോഭന? നിറയെ ഡാൻസേഴ്സ് ഇല്ലേ? അപ്പോൾ ആ ഡാൻസേഴ്സിൻ്റെ ഒരുമിച്ച് നിന്നുള്ള ഷോട്ട്സുകളൊക്കെയാണ് കൂടുതലും കാണിച്ചത്. അപ്പോൾ ഇത്രയും വലിയ സ്റ്റേജിൽ ഒരു വ്യക്തി അത് ഫുൾ കാണിക്കുക എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട്. മറ്റേ നമുക്ക് ഓരോ പെമ്പിളരെ മാറി മാറി നോക്കാം. ഇത് അതൊന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരാളെ തന്നെ നോക്കുന്ന രീതിയിൽ നന്നായി കവിത. ഐഡിയ ആരാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? എൻ്റെ കൊറിയോഗ്രാഫറാണ് പറഞ്ഞല്ലേ. ആ കൊറിയോഗ്രാഫറിന് പ്രത്യേകം നന്ദി. മനസ്സിലായി, നന്നായിട്ട് പെർഫോം ചെയ്തു. ഓക്കെ, ഗുഡ് കവിത. വെരി ഗുഡ്. മുരളിയേട്ടാ. എക്സലൻ്റ് ആയിരുന്നു. താങ്ക് യു സർ. നന്നായിരുന്നു. താങ്ക് യു സർ. ഇറ്റ്സ് വെരി എനർജറ്റിക്. ആൻഡ് എനിക്ക് അതിൻ്റെ ഇടയിൽ വന്ന ചില പോസസും ഇഷ്ടമായി. ഡാൻസ് അല്ലാതെ തന്നെയുള്ള ചില സംഭവങ്ങൾ വന്നില്ലേ, അതാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിനെ മൊത്തം ഒരു ഹൈലൈറ്റ് ചെയ്തത്. ആൻഡ് ഈ ശോഭന മാം പറഞ്ഞ പോലെ ആ ഐഡിയ, ആ കൃഷ്ണൻ്റെ ശില എടുത്തതും, കാരണം അത് ആ ക്യാരക്ടറും ആ പടത്തിൽ ആ ക്യാരക്ടറും അതുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അത് ആ കൃഷ്ണൻ്റെ ശിലയുടെ ഇന്റർപ്രിട്ടേഷനും വളരെ നന്നായി. അത് കൊറിയോഗ്രാഫറുടെ ആണോ കവിത? കൊറിയോഗ്രാഫർ തന്നെയാണ്. എനിക്ക് ഇതിൻ്റെ ഈ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തത് ഇഷ്ടമായി. ഇത് ഈ ചെടികളെല്ലാം കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നാണ്? അല്ലല്ല, ഞാൻ ഈ സത്യം പറഞ്ഞാൽ എൻ്റെ കൊറിയോഗ്രാഫിയിൽ എനിക്ക് മാറ്റണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടാണ് ഈ പഠിച്ചത് തന്നെ. കഴിഞ്ഞ വർഷം എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് സോൾവ് ചെയ്യണം, എനിക്ക് കുറച്ചും കൂടെ ഇതാവണം എന്ന് വിചാരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് വരെ വന്നിട്ട് അവിടെ നിന്നാണ് സെറ്റ് ചെയ്തത്. അത് നന്നായിട്ടുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരുന്നത്. കവിതയുടെ കഴിഞ്ഞ 2 ഇതും വളരെ വീക്കായിരുന്നു. വീക്കാവുമ്പോൾ ഈ ചെയ്യാവുന്ന ഏറ്റവും നല്ല മരുന്ന് ഇതാണ്, ജഡ്ജസിൻ്റെ വാക്ക് മുട്ടിക്കുക. ജഡ്ജസിന് തിരിച്ചങ്ങോട്ടൊന്നും പറയാതിരിക്കുക. ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾ ആസ്വദിച്ച് മാത്രമേ ഉള്ളൂ. ഇതുപോലെ വേണം ചെയ്യാൻ. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ? കഴിഞ്ഞ 2 റൗണ്ടിലും യു ആർ റിയലി വീക്ക് വിത്ത് ഓൾ യുവർ എനർജി. യു ആർ വീക്ക്. അപ്പോൾ ഇറ്റ്സ് എ വണ്ടർഫുൾ കം ബാക്ക്. വണ്ടർഫുൾ കം ബാക്ക്. അത് എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. താങ്ക് യു. മാർക്സ് ചോദിക്കാം. ശോഭനേച്ചി. 6.5. 6.5. കൽപ്പനേച്ചി. 8.5. താങ്ക് യു. 8.5. 7.5. 22.5. താങ്ക് യു. ഇനി SMS ചോദിക്കണ്ടേ? ചോദിക്കണം. പിന്നെ മാത്രമല്ല, കവിത ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലേ, ഞാനായിട്ട് മാർക്കൊന്നും തന്നില്ല. ഇതിരിക്കട്ടെ.